ഇടയ്ക്കിടെ താരിഫ് കൂട്ടുമെങ്കിലും താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു ആരാധകനാണെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി മികച്ച നേതാവും തന്റെ അടുത്ത സുഹൃത്തുമാണെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഏറെ സ്നേഹിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും ഒന്നിച്ച് മുന്നോട്ടു പോകുമെന്നും പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ അമേരിക്കൻ എംബസി സംഘടിപ്പിച്ച അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിക്കിടെയാണ് ട്രംപ് അവിചാരിതമായി ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെയും സാന്നിധ്യത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എല്ലാവർക്കും ഒരു ഹലോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രധാനമന്ത്രിയെ വളരെ ഇഷ്ടമാണ്. മോദി മികച്ച ആളാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അംബാസഡറുടെ ഫോൺ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചപ്പോൾ ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യയുടെ ഏതാവശ്യത്തിനും അമേരിക്കയെ ആദ്യം വിളിക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തങ്ങൾ ഇന്ത്യയുമായി എന്നത്തേക്കാളും കൂടുതൽ അടുപ്പത്തിലാണെന്നും ഇന്ത്യക്ക് തന്നിലും അമേരിക്കയിലും 100% വിശ്വസിക്കാമെന്നും ട്രംപ് ഉറപ്പു നൽകുകയും ചെയ്തു. എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാമെന്നും അവർ ഇവിടെ തന്നെയാണ് വിളിക്കുകയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും റെക്കോർഡ് സമ്പദ് വ്യവസ്ഥയും സ്റ്റോക്ക് മാർക്കറ്റുമുള്ള അമേരിക്ക ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ചടങ്ങിൽ സംസാരിച്ച US അംബാസഡർ സെർജിയോ ഗോർ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള അടുത്ത വ്യക്തി ബന്ധത്തെക്കുറിച്ച് വേദിയിൽ പ്രശംസിക്കുകയും ചെയ്തു. താൻ പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്ന ഓരോ തവണയും അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടെന്ന് സെർജിയോ ഗോർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ട്രംപിന് വേണ്ടി സെർജിയോ ഗോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഉന്നതതല നയതന്ത്ര നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിലെ എംബസി ചടങ്ങിൽ വെച്ച് അംബാസഡർ ഫോണിലേക്ക് ട്രംപിന്റെ പെട്ടെന്നുള്ളൊരു ഫോൺ വിളി എത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് നയതന്ത്ര വിദഗ്ധർ ട്രംപിന്റെ ഈ സർപ്രൈസ് കോളിനെ വിലയിരുത്തുന്നത്. അതേസമയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ കണക്കിലെടുത്തിട്ടുണ്ടെന്നും സാമ്പത്തിക സാങ്കേതിക ബന്ധങ്ങൾ ആഴത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചതായും വിദേശകാര്യമന്ത്രി ജയശങ്കറും പറഞ്ഞു. വിവിധ തലങ്ങളിൽ ഇരുപക്ഷത്തിന്റെയും ദേശീയ താൽപര്യങ്ങളുമായി ഒത്തുപോകുന്നതിനാൽ മുൻകാലങ്ങളിലെ അകൽച്ചകൾ മറികടക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണ വളർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും ജയശങ്കർ പറയുന്നു. ലോകം ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇത് ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. മാർക്കോ റൂബിയോയുടെ ജന്മദിന ആഘോഷവും ഈ ചടങ്ങിന്റെ ഭാഗമായി നടന്നു. അമേരിക്കൻ ബാൻഡായ വില്ലേജ് പീപ്പിളിന്റെ സംഗീത പ്രകടനത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത്.